എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. 28ാമത് കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ് COP28 പങ്കെടുത്ത ഏക ഇന്ത്യൻ സ്റ്റാർട്ടപ്പ്. COP28 പങ്കെടുത്ത ഏക ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് സാറ ബയോടെക് കൊച്ചി. സാറ ബയോടെക് കൊച്ചിയാണ് 28ാമത് കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ് COP28 പങ്കെടുത്ത ഏക ഇന്ത്യൻ സ്റ്റാർട്ടപ്പ്. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം മൈത്രി-2. മൈത്രി-2 ആണ് അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം. കേരളത്തിൻ്റെ പ്രഥമ സന്തോഷ് ട്രോഫി കിരീട നേട്ടത്തിൻ്റെ 50ാം വാർഷികം ആചരിച്ചത്. കേരളത്തിൻ്റെ പ്രഥമ സന്തോഷ് ട്രോഫി കിരീട നേട്ടത്തിൻ്റെ 50ാം വാർഷികം ആചരിച്ചത് 2023 ഡിസംബർ 27. 2023 ഡിസംബർ 27 കേരളത്തിൻ്റെ പ്രഥമ സന്തോഷ് ട്രോഫി കിരീട നേട്ടത്തിൻ്റെ 50ാം വാർഷികം ആചരിച്ചത്. ക്രിസ്തുവിൻ്റെ ജീവിതാവിഷ്കാരത്തിൻ്റെ ഓർമ്മകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കഥകളി ശൈലി സ്വന്തം ചിട്ടപ്പെടുത്തിയ കഥകളി കലാകാരൻ കോട്ടയ്ക്കൽ ശശിധരൻ. കോട്ടയ്ക്കൽ ശശിധരനാണ് ക്രിസ്തുവിൻ്റെ ജീവിതാവിഷ്കാരത്തിൻ്റെ ഓർമ്മകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കഥകളി ശൈലി സ്വയം ചിട്ടപ്പെടുത്തിയ കഥകളി കലാകാരൻ. 2023 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ്. 2023 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് രജീന്ദ്രകുമാർ. രജീന്ദ്രകുമാറാണ് 2023 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ്. പാർലമെന്റ് കെട്ടിടത്തിൻ്റെ സുരക്ഷാ ചുമതല 2023 ഡിസംബറിൽ ഡൽഹി പോലീസിൽ നിന്ന് ഏറ്റെടുത്ത ഏജൻസി CISF. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISF ആണ് പാർലമെന്റ് കെട്ടിടത്തിൻ്റെ സുരക്ഷാ ചുമതല 2023 ഡിസംബറിൽ ഡൽഹി പോലീസിൽ നിന്ന് ഏറ്റെടുത്ത ഏജൻസി. ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത് ലക്നൗ. ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 7 വ്യത്യസ്ത കലണ്ടർ വർഷങ്ങളിൽ 2000-ലധികം റൺസ് നേടിയ ആദ്യ കളിക്കാരൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 7 വ്യത്യസ്ത കലണ്ടർ വർഷങ്ങളിൽ 2000-ലധികം റൺസ് നേടിയ ആദ്യ കളിക്കാരൻ വിരാട് കോഹ്ലി. വിരാട് കോഹ്ലിയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 7 വ്യത്യസ്ത കലണ്ടർ വർഷങ്ങളിൽ 2000-ലധികം റൺസ് നേടിയ ആദ്യ കളിക്കാരൻ. 2023 അനിമൽ ഹെൽത്ത് കോൺക്ലേവിന് ആതിഥേയത്വം വഹിച്ച നഗരം. 2023 അനിമൽ ഹെൽത്ത് കോൺക്ലേവിന് ആതിഥേയത്വം വഹിച്ച നഗരം ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് 2023 അനിമൽ ഹെൽത്ത് കോൺക്ലേവിന് ആതിഥേയത്വം വഹിച്ച നഗരം. 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത മഹർഷി വാത്മീകി ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് അയോധ്യ. അയോധ്യയിലാണ് 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത മഹർഷി വാത്മീകി ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ യൂറേഷ്യൻ ട്രേഡ് കൗൺസിൽ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. ഇന്ത്യ യൂറേഷ്യൻ ട്രേഡ് കൗൺസിൽ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ഡോക്ടർ AV അനൂപ്. ഡോക്ടർ AV അനൂപാണ് ഇന്ത്യ യൂറേഷ്യൻ ട്രേഡ് കൗൺസിൽ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. 2023 ഡിസംബറിൽ ചൈനയിലെ ഷാങ്ഹായ് ആർക്കിയോളജി ഫോറത്തിൻ്റെ ഫീൽഡ് ഡിസ്കവറി പുരസ്കാരം ലഭിച്ച കേരളത്തിലെ സർവകലാശാല കേരള സർവകലാശാല. കേരള സർവകലാശാലയാണ് 2023 ഡിസംബറിൽ ചൈനയിലെ ഷാങ്ഹായ് ആർക്കിയോളജി ഫോറത്തിൻ്റെ ഫീൽഡ് ഡിസ്കവറി പുരസ്കാരം ലഭിച്ച കേരളത്തിലെ സർവകലാശാല. ദേശീയ റെസ്ലിംഗ് ഫെഡറേഷൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ദേശീയ റെസ്ലിംഗ് ഫെഡറേഷൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സഞ്ജയ് കുമാർ സിംഗ്. സഞ്ജയ് കുമാർ സിംഗ് ആണ് ദേശീയ റെസ്ലിംഗ് ഫെഡറേഷൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2023 ഡിസംബറിൽ അന്തരിച്ച ഇടയ്ക്ക കലാകാരൻ. 2023 ഡിസംബറിൽ അന്തരിച്ച ഇടയ്ക്ക കലാകാരൻ തിച്ചൂർ മോഹനൻ. തിച്ചൂർ മോഹനനാണ് 2023 ഡിസംബറിൽ അന്തരിച്ച ഇടയ്ക്ക കലാകാരൻ. രാജ്യത്തെ നഗരാസൂത്രണത്തിലും രൂപകൽപ്പനയിലും മികവിൻ്റെ കേന്ദ്രമായി തിരഞ്ഞെടുത്തത്. രാജ്യത്തെ നഗരാസൂത്രണത്തിലും രൂപകൽപ്പനയിലും മികവിൻ്റെ കേന്ദ്രമായി തിരഞ്ഞെടുത്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് NITC. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിനെയാണ് രാജ്യത്തെ നഗരാസൂത്രണത്തിലും രൂപകൽപ്പനയിലും
മികവിൻ്റെ കേന്ദ്രമായി തിരഞ്ഞെടുത്തത്? 2023 ഡിസംബറിൽ സംസ്ഥാനത്തെ വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന. 2023 ഡിസംബറിൽ സംസ്ഥാനത്തെ വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ ജംഗിൾ സഫാരി. ഓപ്പറേഷൻ ജംഗിൾ സഫാരിയാണ് 2023 ഡിസംബറിൽ സംസ്ഥാനത്തെ വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന. ദേശീയ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് 2023 വനിതാ സിംഗിൾസ് കിരീട ജേതാവ്. ദേശീയ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് 2023 വനിതാ സിംഗിൾസ് കിരീട ജേതാവ് അൻമോൽ ഖർബ്. അൻമോൽ ഖർബാണ് ദേശീയ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് 2023 വനിതാ സിംഗിൾസ് കിരീട ജേതാവ്. ദേശീയ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് 2023 പുരുഷ സിംഗിൾസ് കിരീട ജേതാവ്. ദേശീയ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് 2023 പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് ചിരാഗ് സെൻ. ചിരാഗ് സെൻ ആണ് ദേശീയ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് 2023 പുരുഷ സിംഗിൾസ് കിരീട ജേതാവ്. CISFൻ്റെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് പുതിയ ഡയറക്ടർ ജനറൽ. CISFൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ നീന സിംഗ്. നീന സിംഗ് ആണ് CISFൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ. CRPF സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ. CRPFൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ സിംഗ്. അനീഷ് ദയാൽ സിംഗ് ആണ് CRPFൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ. ITBP ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ. ITBPയുടെ പുതിയ ഡയറക്ടർ ജനറൽ രാഹുൽ റസ്ഗോത്ര. രാഹുൽ റസ്ഗോത്രയാണ് ITBPയുടെ പുതിയ ഡയറക്ടർ ജനറൽ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ IMA ദേശീയ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന മലയാളി. IMAയുടെ ദേശീയ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന മലയാളി ഡോക്ടർ RV അശോകൻ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ IMAയുടെ ദേശീയ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന മലയാളിയാണ് ഡോക്ടർ RV അശോകൻ. അപ്പോഫിസ് എന്ന ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനുള്ള നാസ ദൗത്യം. അപ്പോഫിസ് എന്ന ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനുള്ള നാസ ദൗത്യം ഒസിരിസ് അപെക്സ്. ഒസിരിസ് അപെക്സ് ആണ് അപ്പോഫിസ് എന്ന ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനുള്ള നാസയുടെ ദൗത്യം. 2023 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത തമിഴ് സിനിമാ നടനും DMDK നേതാവുമായ പുരട്ചി കലൈച്ചർ ക്യാപ്റ്റൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന വിജയകാന്തിൻ്റെ യഥാർത്ഥ നാമം നാരായണൻ വിജയരാജ് അളഗർസ്വാമി. 2023 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത തമിഴ് സിനിമാ നടനും DMDK നേതാവുമായ പുരട്ചി കലൈച്ചർ ക്യാപ്റ്റൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന വിജയകാന്തിൻ്റെ യഥാർത്ഥ നാമം നാരായണൻ വിജയരാജ് അളഗർസ്വാമി. ഇന്ത്യൻ പീനൽ കോഡ് 1860, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1898, 1973, ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 എന്നിവ റദ്ദാക്കി കൊണ്ടുവന്ന 3 പുതിയ ബില്ലുകൾക്ക് 2023 ഡിസംബർ 25 രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചു. അവ ഏതെല്ലാം? ഭാരതീയ ന്യായ സംഹിത ബിൽ, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ബിൽ, ഭാരതീയ സാക്ഷ്യ ബിൽ. ഇന്ത്യൻ പീനൽ കോഡ് 1860, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1898, 1973, ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 എന്നിവ റദ്ദാക്കിക്കൊണ്ട് 3 പുതിയ ബില്ലുകൾക്ക് 2023 ഡിസംബർ 25 രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചു. ഇന്ത്യൻ പീനൽ കോഡ് 1860 പകരമായി ഭാരതീയ ന്യായ സംഹിത ബിൽ, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1898, 1973 പകരമായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ബിൽ, ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 പകരമായി ഭാരതീയ സാക്ഷ്യ ബിൽ എന്നീ 3 പുതിയ ബില്ലുകൾക്കാണ് 2023 ഡിസംബർ 25 രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചത്. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിൽ ഏറെ പങ്കുള്ള ബ്ലൂ കാർബണിൻ്റെ ഉറവിടമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശങ്ങൾ. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിൽ ഏറെ പങ്കുള്ള ബ്ലൂ കാർബണിൻ്റെ ഉറവിടമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശങ്ങൾ കുട്ടനാടും വേമ്പനാട്ടുകായലും. കുട്ടനാടും വേമ്പനാട്ടുകായലുമാണ് കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിൽ ഏറെ പങ്കുള്ള ബ്ലൂ കാർബണിൻ്റെ ഉറവിടമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശങ്ങൾ. വി ദക്ഷിണാമൂർത്തി മെമ്മോറിയൽ ഇൻ്റർനാഷണൽ അക്കാദമിയുടെ പ്രഥമ പുരസ്കാരത്തിന് അർഹനായ ഗോവ ഗവർണർ. വി ദക്ഷിണാമൂർത്തി മെമ്മോറിയൽ ഇൻ്റർനാഷണൽ അക്കാദമിയുടെ പ്രഥമ പുരസ്കാരത്തിന് അർഹനായ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. PS ശ്രീധരൻപിള്ളയാണ് വി ദക്ഷിണാമൂർത്തി മെമ്മോറിയൽ ഇൻ്റർനാഷണൽ അക്കാദമിയുടെ പ്രഥമ പുരസ്കാരത്തിന് അർഹനായ ഗോവ ഗവർണർ.
2021 ഡിസംബറിൽ കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതത്തിൽ നിന്നുമാണ് പശ്ചിമഘട്ടത്തിൽ അത്യപൂർവമായ യൂറേഷ്യൻ നീർനായയെ കണ്ടെത്തിയത്? ചിന്നാർ വന്യജീവി സങ്കേതം. 2021 ഡിസംബറിൽ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ നിന്നുമാണ് പശ്ചിമഘട്ടത്തിൽ അത്യപൂർവമായ യൂറേഷ്യൻ നീർനായയെ കണ്ടെത്തിയത്. കേരളത്തിലെ ഏറ്റവും മികച്ച കർഷക പ്രതിഭയ്ക്ക് മലയാള മനോരമ നൽകുന്ന കർഷകശ്രീ 2024 പുരസ്കാരത്തിന് അർഹനായത്? കർഷകശ്രീ 2024 പുരസ്കാരത്തിന് അർഹനായത് PB അനീഷ്. PB അനീഷാണ് കേരളത്തിലെ ഏറ്റവും മികച്ച കർഷക പ്രതിഭയ്ക്ക് മലയാള മനോരമ നൽകുന്ന കർഷകശ്രീ 2024 പുരസ്കാരത്തിന് അർഹനായത്. റിലയൻസ് ജിയോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെയുമായി ചേർന്ന് ആരംഭിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാം. റിലയൻസ് ജിയോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെയുമായി ചേർന്ന് ആരംഭിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാം ഭാരത് GPT. ഭാരത് GPT ആണ് റിലയൻസ് ജിയോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെയുമായി ചേർന്ന് ആരംഭിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാം. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ UGC നിർത്തലാക്കിയ കോഴ്സ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ UGC നിർത്തലാക്കിയ കോഴ്സ് MPhil. MPhil കോഴ്സാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ UGC നിർത്തലാക്കിയ കോഴ്സ്. മാനവ സംസ്കൃതി സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ PT തോമസ് പുരസ്കാരത്തിന് അർഹനായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ. പ്രൊഫസർ മാധവ് ഗാഡ്ഗിലാണ് മാനവ സംസ്കൃതി സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ PT തോമസ് പുരസ്കാരത്തിന് അർഹനായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം എന്ന രാഹുൽ ദ്രാവിഡിൻ്റെ റെക്കോർഡ് തകർത്ത താരം വിരാട് കോഹ്ലി. വിരാട് കോഹ്ലിയാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം എന്ന രാഹുൽ ദ്രാവിഡിൻ്റെ റെക്കോർഡ് തകർത്ത താരം. കേരള പോസ്റ്റൽ സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലായി ചുമതലയേറ്റത്. കേരള പോസ്റ്റൽ സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലായി ചുമതലയേറ്റത് JD വെങ്കിടേശ്വരലു. JD വെങ്കിടേശ്വരലു ആണ് കേരള പോസ്റ്റൽ സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലായി ചുമതലയേറ്റത്. പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി. പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി ബ്രസൽസ്. ബ്രസൽസ് ആണ് പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി. കോട്ടക് മഹീന്ദ്ര ബാങ്ക് ചെയർമാനായി നിയമിതനാകുന്നത്. കോട്ടക് മഹീന്ദ്ര ബാങ്ക് ചെയർമാനായി നിയമിതനാകുന്നത് CS രാജൻ. CS രാജനാണ് കോട്ടക് മഹീന്ദ്ര ബാങ്ക് ചെയർമാനായി നിയമിതനാകുന്നത്. 2021 ഡിസംബറിൽ അന്തരിച്ച നാടകകൃത്തും സംവിധായകനുമായ വ്യക്തി. 2021 ഡിസംബറിൽ അന്തരിച്ച നാടകകൃത്തും സംവിധായകനുമായ വ്യക്തി പ്രശാന്ത് നാരായണൻ. പ്രശാന്ത് നാരായണനാണ് 2021 ഡിസംബറിൽ അന്തരിച്ച നാടകകൃത്തും സംവിധായകനുമായ വ്യക്തി. സംസ്ഥാനത്ത് ആദ്യമായി ജനിതക രോഗ ചികിത്സാ വിഭാഗം നിലവിൽ വരുന്നത് എവിടെ? സംസ്ഥാനത്ത് ആദ്യമായി ജനിതക രോഗ ചികിത്സാ വിഭാഗം നിലവിൽ വരുന്നത് എവിടെയാണ്? ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റൽ SAT ഹോസ്പിറ്റലിലാണ് സംസ്ഥാനത്ത് ആദ്യമായി ജനിതക രോഗ ചികിത്സാ വിഭാഗം നിലവിൽ വരുന്നത്. വേൾഡ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ കോൺഫറൻസ് 2023 വേദി. വേൾഡ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ കോൺഫറൻസ് 2023 വേദി ദുബായ്. ദുബായിലായിരുന്നു വേൾഡ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ കോൺഫറൻസ് 2023 വേദി. സർക്കാർ ജീവനക്കാർക്ക് ജോലിസ്ഥലത്തിനോട് ചേർന്ന് കുട്ടികളെ പരിചരിക്കാൻ ശിശു പരിചരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതി ക്രഷ്. ക്രഷ് പദ്ധതിയാണ് സർക്കാർ ജീവനക്കാർക്ക് ജോലിസ്ഥലത്തിനോട് ചേർന്ന് കുട്ടികളെ പരിചരിക്കാൻ ശിശു പരിചരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതി. ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളത്തിനുള്ള യുനെസ്കോയുടെ പ്രിക്സ് വെർസൈൽസ് 2021 പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം കെംപേഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം, ബംഗളൂരു. ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളത്തിനുള്ള യുനെസ്കോയുടെ പ്രിക്സ് വെർസൈൽസ് 2021 പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളമാണ് കെംപേഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം, ബംഗളൂരു. റൂപേ ശൃംഖലയിലുള്ള ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡായ ഇ-സ്വർണ്ണ അവതരിപ്പിച്ച ബാങ്ക്. റൂപേ ശൃംഖലയിലുള്ള ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡായ ഇ-സ്വർണ്ണ അവതരിപ്പിച്ച ബാങ്ക് ഇൻഡസ് ഇൻഡ് ബാങ്ക്. ഇൻഡസ് ഇൻഡ് ബാങ്കാണ് റൂപേ ശൃംഖലയിലുള്ള ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡായ ഇ-സ്വർണ്ണ അവതരിപ്പിച്ച ബാങ്ക്. ശ്രീലങ്കയിലെ ഇന്ത്യയുടെ പുതിയ സ്ഥാനപതിയായി ചുമതലയേറ്റത്. ശ്രീലങ്കയിലെ ഇന്ത്യയുടെ പുതിയ സ്ഥാനപതിയായി ചുമതലയേറ്റത് സന്തോഷ് ഝാ.
സന്തോഷ് ഝായാണ് ശ്രീലങ്കയിലെ ഇന്ത്യയുടെ പുതിയ സ്ഥാനപതിയായി ചുമതലയേറ്റത്. ബെന്നു ചിഹ്നഗ്രഹത്തെ 7 വർഷം നിരീക്ഷിച്ച നാസയുടെ ചരിത്ര ദൗത്യം. ബെന്നു ചിഹ്നഗ്രഹത്തെ 7 വർഷം നിരീക്ഷിച്ച നാസയുടെ ചരിത്ര ദൗത്യം ഒസിരിസ് റെക്സ്. ഒസിരിസ് റെക്സ് ആണ് ബെന്നു ചിഹ്നഗ്രഹത്തെ 7 വർഷം നിരീക്ഷിച്ച നാസയുടെ ചരിത്ര ദൗത്യം. 2021 ഡിസംബറിൽ 1800-ലധികം വർഷം പഴക്കമുള്ള മഹാശിലാ സ്മാരകമായ ചെങ്കല്ലറകൾ കണ്ടെത്തിയ ജില്ല. 2021 ഡിസംബറിൽ 1800-ലധികം വർഷം പഴക്കമുള്ള മഹാശിലാ സ്മാരകമായ ചെങ്കല്ലറകൾ കണ്ടെത്തിയ ജില്ല കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലാണ് 2021 ഡിസംബറിൽ 1800-ലധികം വർഷം പഴക്കമുള്ള മഹാശിലാ സ്മാരകമായ ചെങ്കല്ലറകൾ കണ്ടെത്തിയത്. 2021 ഡിസംബർ 30-ന് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പുതിയ ദീർഘദൂര സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിൻ. 2021 ഡിസംബർ 30-ന് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പുതിയ ദീർഘദൂര സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിൻ അമൃത് ഭാരത്. അമൃത് ഭാരതാണ് 2021 ഡിസംബർ 30-ന് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പുതിയ ദീർഘദൂര സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിൻ. 2021 ഡിസംബറിൽ 6ാമത് രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാരം നേടിയത്. 2023 ഡിസംബറിൽ 6ാമത് രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാരം നേടിയത് സുഹൃത പോൾ കുമാർ. സുഹൃത പോൾ കുമാറാണ് 2023 ഡിസംബറിൽ 6ാമത് രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാരം നേടിയത്. കോവളത്ത് നടന്ന IMA ദേശീയ സമ്മേളനത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ രക്തദാനം ചെയ്യുന്ന രക്തബാങ്കിനുള്ള IMA ദേശീയ പുരസ്കാരം ലഭിച്ചത് പെരിന്തൽമണ്ണ ജനറൽ ആശുപത്രി രക്തബാങ്ക്. പെരിന്തൽമണ്ണ ജനറൽ ആശുപത്രി രക്തബാങ്കിനാണ് കോവളത്ത് നടന്ന IMA ദേശീയ സമ്മേളനത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ രക്തദാനം ചെയ്യുന്ന രക്തബാങ്കിനുള്ള IMA ദേശീയ പുരസ്കാരം ലഭിച്ചത്. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഗർത്തങ്ങളെക്കുറിച്ചുൾപ്പെടെ വിവരങ്ങൾ കണ്ടെത്താനുള്ള ഇന്ത്യയുടെ ദൗത്യം എക്സ്പോസാറ്റ്. എക്സ്പോസാറ്റാണ് ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഗർത്തങ്ങളെക്കുറിച്ചുൾപ്പെടെ വിവരങ്ങൾ കണ്ടെത്താനുള്ള ഇന്ത്യയുടെ ദൗത്യം. പൂർണ്ണമായി വനിതകളുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച ഉപഗ്രഹം. പൂർണ്ണമായി വനിതകളുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച ഉപഗ്രഹം വിസാറ്റ്. വിസാറ്റാണ് പൂർണ്ണമായി വനിതകളുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച ഉപഗ്രഹം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.